നോമ്പ് കാലത്ത് എലത്തൂരിൽ കഞ്ഞി വാങ്ങാനെത്തുന്നവരുടെ തിരക്കാണ്. വെറും കഞ്ഞിയല്ല, ബർമക്കഞ്ഞി എന്ന കോഴിക്കഞ്ഞിയാണ്. എലത്തൂരിൻ്റെ പ്രിയമേകിയ, എലത്തൂരിൻ്റെ പെരുമയേകിയ കോഴിക്കഞ്ഞി അഥവാ ബർമക്കഞ്ഞി എന്താണെന്ന് നമുക്ക് നോക്കാം. കഞ്ഞിക്കൊപ്പം കോഴിയടക്കം 23 ഔഷധക്കൂട്ടുകൾ അടങ്ങിയതാണ് ബർമക്കഞ്ഞി അഥവാ കോഴിക്കഞ്ഞി. പറയാൻ എളുപ്പമാണെങ്കിലും അത് ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല. എലത്തൂരിലെ അച്ചാമ്പറമ്പത്ത് കുടുംബമാണ് നോമ്പുകാലത്ത് ബർമക്കഞ്ഞി സൗജന്യമായി വിതരണം ചെയ്യുന്നത്. അച്ചാമ്പറമ്പത്ത് കുടുംബം കഞ്ഞി വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 പതിറ്റാണ്ട് കാലമായി. ബർമയിൽ നിന്നും എത്തിയ കഞ്ഞിക്കൂട്ട് ആയതുകൊണ്ട് തന്നെ ബർമക്കഞ്ഞി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 2 തലമുറ കാലമായി ഈ കഞ്ഞി എലത്തൂരുകാർക്ക് സൗജന്യമായിട്ടാണ് അച്ചാമ്പറമ്പത്ത് കുടുംബം നൽകുന്നത്. 6 പള്ളികളിലായിട്ടാണ് വൈകിട്ട് അസർ നമസ്കാരാനന്തരം ഈ കഞ്ഞിയുടെ വിതരണം നടക്കുന്നത്. എലത്തൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീകൾ അച്ചാമ്പറമ്പത്ത് വീട്ടിലെത്തിയാണ് കഞ്ഞി കൈപ്പറ്റുന്നത്. പുരുഷന്മാർ പള്ളികളിൽ പോയും കഞ്ഞി കൈപ്പറ്റാറുണ്ട്. എലത്തൂരിന് പെരുമയേകിയ ഈ ബർമക്കഞ്ഞി എലത്തൂരിന് മാത്രമല്ല, കോഴിക്കോടിന് പുറത്തു നിന്നും വരെ ആളുകൾ എത്തിച്ചേരാറുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഇതിൻ്റെ പ്രധാന പണ്ടാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സലാംക്കയാണ്. സലാംക്ക, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ എത്ര സമയമെടുത്താണ് ഉണ്ടാക്കുന്നത്? രാവിലെ 9 മണിക്ക് വരും. നമ്മൾ 4 ആൾ 9 മണിക്ക് വരും. അന്നേരം തുടങ്ങാം. അതിപ്പോൾ കണ്ടില്ല, 4:30 മണിയായി. 4:30 മണിയാകുമ്പോൾ ഇത് റെഡിയാക്കി ഓരോ ചെമ്പിലാക്കിയിട്ട് അവിടെ വെക്കും. എന്നിട്ട് 6 പള്ളിയിലേക്ക് കൊടുക്കും. ഏകദേശം ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റി, എത്ര അളവിലാണ് ഇത് ഉണ്ടാക്കുന്നത്? 34 കിലോ അരി ഉണ്ടാവും. 34 കിലോ അരി, പിന്നെ 18 കിലോ വലിയ ഉള്ളി, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പിന്നെ ഏലക്കായ്, കറാമ്പ്, വട്ട, തേങ്ങാപ്പാൽ, കടലപ്പരിപ്പ്, കോഴി, ഉലുവ, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ കുരുമുളക്, പിന്നെ ലാസ്റ്റിൽ നെയ്യ്. അങ്ങനെ 23 സാധനം കൂട്ടിയിട്ട് ഉണ്ടാക്കും. കോഴിക്കഞ്ഞി എന്നും പറയും, ബർമക്കഞ്ഞി എന്ന് പറയും, പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 23 ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കഞ്ഞി, ഒരു ഔഷധ കൂട്ടായിക്കൊണ്ട് ഈ ഒരു കഞ്ഞി സപ്ലൈ ചെയ്യുന്നത്. ഇത്രയും തിരക്കിൻ്റെ ഇടക്കാണ്, വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണ് ഈ അസറിൻ്റെ സമയം, വൈകിട്ട് ഈ സമയം ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഇടക്കാണ് സലാംക്ക നമ്മോടൊപ്പം ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ചേർന്നിട്ടുള്ളത്. താങ്ക് യു. നമ്മോടൊപ്പം ചേരുന്നത് ഈ കഞ്ഞിയുടെ, കോഴിക്കഞ്ഞിയുടെ വളരെ പ്രധാനപ്പെട്ട പിന്നണിയിൽ പ്രവർത്തിക്കുന്ന, വളരെ പ്രധാനപ്പെട്ട, കഴിഞ്ഞ 58 വർഷക്കാലമായി ഈ കോഴിക്കഞ്ഞി, ബർമക്കഞ്ഞി വിതരണം ചെയ്യുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഹാജിയാണ്. അബ്ദുൽ ഖാദർ ഹാജിയോട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. ഹാജിക, എത്ര കാലമായി, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രവും, എങ്ങനെയാണ് ഇത് നൽകിക്കൊണ്ട് പോരുന്നത്? ഒരു 58 വർഷമായി ഇപ്പോൾ ഇത് ഇവിടെ എലത്തൂർ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ഇപ്പോൾ ബർമയിൽ കൊടുക്കലുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ബർമയിൽ ജോലി ആവശ്യാർത്ഥത്തോടെ പോയിട്ട് അവിടെ നിന്ന് അധ്വാനിച്ച് അങ്ങനെയാണ് ഇവിടെ എല്ലാ സമ്പാദ്യം ഉണ്ടാക്കി. അന്ന് അവിടെ കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ ആ നാഷണലൈസേഷൻ കഴിഞ്ഞ് ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ പിന്നെ ഇവിടെയും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മരിച്ചതിന് ശേഷം മക്കളായ ഞാൻ, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. പകുതി ചിലവും നമ്മളെ കുടുംബക്കാർ തന്നെയാണ്. ബാക്കിയുള്ളത് പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഫോറിനിലുള്ള വിദേശത്തുള്ള ആളുകളും സ്നേഹിതന്മാരും എല്ലാം കൂടി ഇതിനു വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം എത്ര പള്ളികളിലേക്കാണ്, എവിടേക്കൊക്കെയാണ് വിതരണം ചെയ്യുന്നത്? 6 പള്ളിയിലാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പം എലത്തൂർ ജുമാഅത്ത് പള്ളി, എക്സ്ചേഞ്ചിൽ പള്ളി, പിന്നെ ബീച്ച് പള്ളി, മൊഹിയുദ്ദീൻ പള്ളി, ഐക്യൽ പള്ളി, മാട്ടുവൽ പള്ളി, അങ്ങനെ തുടങ്ങി 6 പള്ളിയിലേക്ക് ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം എത്ര കിലോ ഇത് ഉണ്ടാക്കുന്നുണ്ട്? ഒരു ദിവസം 40-50 കിലോ അരി
അതിൻ്റെ കൂട്ടത്തിൽ കടലപ്പരിപ്പ് അങ്ങനെ തുടങ്ങിയിട്ട് 23 സാധനങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ചെറിയ ജീരകം, വലിയ ജീരകം, വലിയ ഉള്ളി, വെള്ളുള്ളി, ഇഞ്ചി, കുരുമുളക്, കറാമ്പൂ, കറുവപ്പട്ട, ഏലക്കായ്, പരിപ്പ്, കടലപ്പരിപ്പ്, തേങ്ങാപ്പാൽ, കോഴി, പിന്നെ നെയ്യ്, കരുവേപ്പില, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 23 സാധനങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഇതുണ്ടാക്കുന്നത്. രാവിലെ ഒരു 9 മണിക്ക് ഇത് അടുപ്പത്ത് കയറ്റിക്കഴിഞ്ഞാൽ അസർ ബാങ്ക് കൊടുക്കുന്നവരെ ഇതിൻ്റെ പണികളാണ് ഉണ്ടാകുക. അതിങ്ങനെ ഓരോ സാധനങ്ങൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചേർത്തിക്കൊണ്ട് വെക്കും. വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ട് 3:30-4 മണിയോട് കൂടിയിട്ട് അടുപ്പത്ത് നിർത്തി വെച്ചിട്ടാണ് എല്ലാ പള്ളിക്കിലും കൊടുക്കുന്നത്. ഈ പള്ളിയിൽ കൂടാതെ നമ്മൾ പുരയിൽ ഈ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകൾക്കൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നാദാപുരം, കല്ലാച്ചി, വടകര അങ്ങനെ തുടങ്ങി പഴയ ദേശത്തുള്ള ആളുകളും വലിയങ്ങാടിയിലുള്ള അവരൊക്കെ കച്ചവടം ചെയ്ത് പോകുന്നവരും വണ്ടിയായിട്ട് വന്നിട്ട് പള്ളീൻ്റെ നിന്ന് വാങ്ങി പോകുന്നുണ്ട്, പാർസൽ വാങ്ങി പോകുന്നുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.